ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് ആകെ സമനില തെറ്റിയവൻ്റെ പോലെ പെരുമാറാണ് കേട്ടോ. മാഷിന് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയം മാഷിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയാണ്. ഇതേ സമയം സുശീല ഇന്ദ്രനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ കയറി വരുന്ന വരവിൽ തന്നെ സച്ചിയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ സച്ചിയോട് പറയാണ്, നിങ്ങൾ കിട്ടിയ അവസരം മുതലെടുത്ത് നിങ്ങളുടെ മകൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഇപ്പോൾ വേണ്ട വിധത്തിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളായോ ഇപ്പോൾ അവരുടെ ഇത് എന്നൊക്കെ പറഞ്ഞ് സുശീലയ്ക്ക് പറ്റാവുന്ന അത്രയും തരം താഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. അതിനെങ്ങനെ മാഷ് പണം കണ്ട പണത്തിൻ്റെ പിറകെ പോകുന്നവരാണ്. ഞാൻ എൻ്റെ മകന് വേണ്ടി പെണ്ണ് ചോദിച്ചപ്പോൾ ആ പെണ്ണിനെ തന്നില്ല. എന്നാൽ നിങ്ങളുടെ മകൻ ഇത്രയും വലിയ വിലത്തരം കാട്ടിക്കൂട്ടിയിട്ടും യാതൊരു കുഴപ്പവുമില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രനും കൂടെ നിൽക്കണേ. ഇന്ദ്രനും തൻ്റെ അമ്മ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു മുടക്കുകൾ ഇന്ദ്രനും പറയുന്നില്ല കേട്ടോ. അങ്ങനെ സച്ചി ഇന്ദ്രനെ എങ്ങനെ നോക്കുകയാണ്. ഇത്രയും നിലം പതിയാരായിട്ടും ഇവർക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്ന ഭാവത്തിൽ സച്ചി ഇങ്ങനെ നോക്കണം. ഇതേ സമയം, എന്താ സച്ചി സാറേ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ സച്ചിയെ എന്നിങ്ങനെ സുശീല പറയാണ്. അപ്പോൾ സച്ചി സുശീലയുടെ ആ പഴയ കഥകൾ അങ്ങ് തോന്നണം കേട്ടോ. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിൽ എത്തിയത് എങ്ങനെയാണെന്നുള്ള വഴി നിങ്ങൾ മറക്കരുത്. അത് എന്നിലൂടെ തന്നെയാണ്. ഇപ്പോൾ രഘു എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നതിലും ഇത്ര അസഭ്യ വാക്കുകൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യവുമില്ല. കാരണം ഒരു കാലത്ത് നിങ്ങൾ എൻ്റെ വീട്ടിലെ വടക്കുപുറത്തെ പണികൾ ചെയ്തിരുന്നതാണ്. വേട്ടുവേലക്കാരി എന്ന് തന്നെ പറയാം. എൻ്റെ ഇച്ചിലും പാത്രങ്ങളൊക്കെ കഴുകി വളർന്നവനാണ് ഈ ഇന്ദ്രനും, കഴിച്ചവനാണ് ഈ ഇന്ദ്രൻ പിന്നീട് ഞാൻ പാവം തോന്നി, സഹതാപം തോന്നി അവനെ എൻ്റെ കൂടെ കൂട്ടിയിട്ട് അവൻ എൻ്റെ ഒരു കട പറ്റിച്ച് കൈക്കലാക്കിയവനാണ്. അതെന്താ ഇന്ദ്ര, നീ മറന്നോ? നീ മറന്നിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. എൻ്റെ കട നീയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടും ഞാൻ നിന്നോട് ക്ഷമിച്ചു. പാവപ്പെട്ടവരല്ലേ, എങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ, അതുകൊണ്ട് മെച്ചപ്പെട്ടോട്ടെ എന്ന് കരുതുമ്പോൾ നീയും നിൻ്റെ അമ്മക്കും യാതൊരു അഹങ്കാരത്തിനും കുറവില്ല. വീണ്ടും ഉപദ്രവിച്ചതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങളെ ഇട്ട് ഉപദ്രവിക്കുന്നു. എന്നാൽ അത് കണ്ടു നിൽക്കാനും കേട്ട് നിൽക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് ചാടിക്കളിക്കണിട്ടോ സച്ചി. അപ്പോൾ സുശീലയാണെങ്കിലോ ഒന്ന് 4 കൊടുക്കാം എന്ന് കരുതി ഓടി വന്ന് സുശീലയ്ക്ക് തിരിച്ചടി കിട്ടുന്നു കേട്ടോ. അങ്ങനെ സുശീല ഇങ്ങനെ ആകെ തലകോന്ന് നിൽക്കുക. എന്താ സുശീല, നിനക്കൊന്നും പറയാനില്ലേ? നീ ഒരു കാര്യം ചിന്തിക്കണം. ആരും ഉണ്ടായിട്ടല്ല ഭൂമിയിലോട്ട് വരുന്നത്, അവനവൻ്റെ അധ്വാനം കൊണ്ടാണ്. പക്ഷെ നീയും നിൻ്റെ മക്കളും മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന മുതലാണ്. ആ മുതലുകൾ ഇന്ന് ഓരോന്നായി കാൽച്ചുവട്ടിൽ നിന്ന് പോകുന്നുണ്ട് സുശീലെ എന്ന് മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലതാണ് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഇന്ദ്രന് വാക്കുകളില്ല. തൻ്റെ അമ്മ കൊടുത്തു വാങ്ങിച്ചതുപോലെയായി താനും പോലും നാണം കെട്ട്. അങ്ങനെ സുശീലയോട് ഇന്ദ്രൻ ചൂടാവാണ്. അമ്മക്കൊന്ന് ഒതുക്കി നിൽക്കായിരുന്നില്ലേ? ഇപ്പം എന്താണ് ഉണ്ടായത്? എൻ്റെ കടയുടെ ആധാരം അയാളിലാണ് ഇരിക്കുന്നത്, അത് എപ്പോഴും നഷ്ടപ്പെടും, അത് അമ്മ ചിന്തിക്കണ്ടേ എന്ന് പറയുമ്പോൾ സുശീല, എന്താ മോനെ, ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാനിട്ടോ. എന്നാൽ ഈ സമയം ദാസാണെങ്കിലോ, ദാസ് മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ അണ്ണൻ താനുണ്ടായിട്ടും വീണു പോയല്ലോ. തൻ്റെ അണ്ണൻ്റെ കുടുംബത്തിന് വേണ്ടി താങ്ങും തണലുമായി നിന്നിട്ടും താനുണ്ടായിട്ടും ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ദാസ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാഷിൻ്റെ കണ്ണിങ്ങനെ തുറന്നു തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ മാഷ് കണ്ണ് തുറക്കുമ്പോൾ ദാസിനോട് വീണ്ടും, എൻ്റെ മോള്, ഞാനുണ്ടായിട്ടും ജീവിതം മടുത്തെന്ന് പറഞ്ഞ് ജീവിതം വേണ്ടെന്ന് വെച്ച് പോവാൻ എന്തായിരിക്കും എൻ്റെ കുഞ്ഞിന് കാരണം? അത്രത്തോളം എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ ഗോകുല കോവളത്ത് വെച്ച് അത്രയും പീഡനങ്ങൾ അവളെ ചെയ്തിട്ടും അവളെ പബ്ലിക്കിൻ്റെ മുന്നിൽ അത്രയും ഇങ്ങനെയൊക്കെ ആയിട്ടും എൻ്റെ കുഞ്ഞ് തകർന്നിട്ടില്ല. ഇപ്പോഴെൻ്റെ കുഞ്ഞിന് താങ്ങാൻ വയ്യാത്ത എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ദാസ് പറയാണ്, അണ്ണനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അണ്ണൻ ഇനി മഞ്ചാടിക്ക് മുന്നിൽ പോകുമ്പോൾ മഞ്ചാടിയുടെ മുന്നിലിരിക്കുന്ന അച്ഛന് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുള്ള അച്ഛനാവണം. അങ്ങനെയുള്ള ഒരു അച്ഛനാണ് ഇനി പോകാൻ പാടുള്ളൂ. എന്നാലാണ് മഞ്ചാടിക്ക് സർജറി കഴിഞ്ഞ് വരുമ്പോൾ തൻ്റെ അച്ഛൻ എല്ലാം അറിഞ്ഞു, തനിക്ക് താങ്ങും തണലുമായി തൻ്റെ അച്ഛനുണ്ട് എന്നുള്ള ആ അവസ്ഥ അവൾ അറിയണം. അതറിഞ്ഞാലാണ് അവൾ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ, അവൾ പഴയ മഞ്ചാടി ആവുകയുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താ ദാസേ, അതിന് മാത്രം എന്ത് കുഴപ്പമാണ് എൻ്റെ കുഞ്ഞിനുണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയും, ഇവിടെ യഥാർത്ഥ പ്രതി ജീവരാജാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയം മാഷിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്നത്
ജീവരാജിനെ കുറിച്ച് അന്ന് ജീവരാജ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഒരു ചെറിയ ഇതുകൊണ്ടാണെങ്കിലും ഗോകുൽ കാരണമാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞാനിനി വേണമെങ്കിൽ മാഷിൻ്റെ മകളുടെ പേരുദോഷം മാറാം, അവളെ ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞതായിരിക്കും കേട്ടോ. അപ്പോൾ ജീവരാജ് എന്ത് ചെയ്തു എന്ന് മാഷ് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയാണ്, ജീവരാജ് ഇവിടെ പ്രതി ജീവരാജാണ് മഞ്ചാടിയെ കോവളത്തോട്ട് കൊണ്ടുപോയത്. കോവളത്തെ ഹോട്ടലിൽ ഗോകുൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ മഞ്ചാടിക്ക് ഈശ്വരാധീനവും നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് ഗോകുൽ തന്നെയാണ് മഞ്ചാടിയെ രക്ഷിച്ചത്. ഇവിടെ ജീവരാജാണ് മഞ്ചാടിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പറഞ്ഞിട്ട്, എന്താ നീ പറയുന്നത്? അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അണ്ണ, ആ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് രഘു ഈ ഒരു ഇതിൽ നിന്നും ഇറങ്ങിയതും അതുപോലെ തന്നെ രഘുവിനെ സച്ചി ഇറക്കിയതും ഈ തെറ്റിദ്ധാരണ മാറിയതുകൊണ്ടാണ് രഘു സച്ചിയുടെ സഹായം തേടിയതും എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതിനെന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന് തെളിവ് ജീവരാജ് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. മഞ്ചാടിയുടെ ഒരു വീഡിയോ, ആ വീഡിയോ നമ്മുടെ വിനയൻ്റെ കൈകളിലാണ് എത്തിപ്പെട്ടത്. വിനയൻ്റെ കൈകളിലാണ് എത്തിപ്പെട്ടത്. വിനയനാണ് ആ ഫോൺ കൈക്കലാക്കിയിട്ട് അതെല്ലാം കണ്ടിട്ടും അവൻ ഇത്രയും വലിയൊരു ശത്രുവാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതും രഘു ചീരുവിനെ വീണ്ടും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും അതുകൊണ്ടാണ് എന്നും ഒക്കെ പറയാനിട്ട്. അപ്പോൾ ഉണ്ടായ കഥകളൊക്കെ അറിഞ്ഞ മാഷ് ആകെ തകരാണ്. ഇത്രയും വലിയ സത്യം നിങ്ങൾ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അണ്ണൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അണ്ണന് ഒരു പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ ഈ സത്യങ്ങൾ ആരും അറിയാതെ എല്ലാ തെളിവുകളും ഞങ്ങളിൽ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് അവർ ഈ തെളിവ് നശിപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അണ്ണനിൽ നിന്നും ഞാനും രഘുവും അനുപമയും ഒക്കെ മറച്ചു വെച്ചത്. ലാസ്റ്റ് ഘട്ടങ്ങളിലാണ് ഓരോരുത്തരായി അറിഞ്ഞത്. എന്തായാലും പോലീസിന് തെളിവ് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജീവരാജനെയും കൂട്ടുപ്രതിയായ വിനയനും ഇനി പിടിക്കപ്പെടുമെന്ന് പറയട്ടോ. അപ്പം ഇത് കേൾക്കുന്ന മാഷ് പൊട്ടിക്കരയാണ്. ഞാൻ എൻ്റെ മക്കളെയൊക്കെ എന്തെല്ലാം പറഞ്ഞു, ഞാൻ സച്ചിയുടെ കുടുംബത്തെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ച്, സച്ചിയോട് ഞാൻ എന്തെല്ലാം ചെയ്തു, എപ്പോഴും എനിക്ക് ആശ്രയമായി വന്നിരുന്നത് സച്ചി തന്നെയായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ ഞങ്ങൾ അകന്നു പോയി ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചീരു ആണെങ്കിലോ തൻ്റെ അനിയത്തിയെ കാണാൻ വേണ്ടി ഓടി വരാണ്. ചീരുവിന് അവിടെ കിടന്നിട്ട് സമാധാനം കിട്ടുന്നില്ല. ലതിക വന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ലതികയെ ഏൽപ്പിച്ച് ചീരു ഓടി വരാണ്. പക്ഷേ യാദൃശികമായി ചീരുവും സത്യനും കൂടിയിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയാണ് കേട്ടോ. അപ്പോൾ ചീരുവിനെ കണ്ട സത്യൻ, നീ മഞ്ചാടിയുടെ അടുത്തോട്ടായിരിക്കില്ല, മഞ്ചാടിയെ കാണാൻ ഞാനും മഞ്ചാടിയെ കാണാനാണ് വരുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് ഇത് വിനയൻ്റെ അമ്മാവൻ കാണാൻ കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, പൊട്ടിത്തെറിച്ചും കൊണ്ട് വിനയൻ്റെ അമ്മാവൻ അങ്ങ് വരികയാണ്. നീ സംശയിച്ച് ശരി തന്നെയാണ്, അവൾ കിട്ടിയ അവസരം വെച്ച് നിന്നെ വേണ്ടെന്ന് വെച്ച് ആ സത്യൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും വിനയന് ദേഷ്യം കൂടുന്നത്. വിനയൻ ഇനി അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, അവളെ എല്ലാവർക്കും മുന്നിൽ ഞാൻ നാറ്റിക്കും എന്ന് പറഞ്ഞിട്ട് വിനയൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നാൽ സുശീലയുടെ മുന്നിലോട്ടാണ് സത്യനും ചീരുവും ഒരുമിച്ച് വരുന്നത്. അപ്പോഴാണ് വിനയനും വരുന്നത്. ഇനി രഘുവിൻ്റെ കൈയിൻ്റെയും ദാസിൻ്റെ കൈയിൻ്റെയും മാഷിൻ്റെ കൈയിൻ്റെയും ചൂട് ശരിക്കും അറിയും. ചീരു തന്നെ വിനയനെ അടിക്കുന്ന അവസ്ഥയൊക്കെയാണ് കേട്ടോ ഇനി എത്തുന്നത്. എന്നാൽ സർജറി കഴിഞ്ഞ് മഞ്ചാടി കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ അച്ഛനെ കാണുമ്പോൾ മഞ്ചാടി പൊട്ടിക്കരയുന്ന സമയത്ത് അച്ഛൻ മഞ്ചാടിയോട് ചൂടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. തന്നെ ഞാൻ വളർത്തിയത് ഇതിനാണോ, മരിക്കാനാണോ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവിക്കാനല്ലേ മഞ്ചാടി നിന്നെ ഞാൻ വളർത്തിയതെന്ന് പറയുമ്പോൾ മഞ്ചാടി അച്ഛ എനിക്കൊരു തെറ്റുപറ്റിയെന്ന് പറയും കേട്ടോ. എന്നാൽ ഈ സമയം രഘു വരികയാണ്. മോളെ, നീ വിചാരിക്കുന്നത് പോലെയുള്ള വീഡിയോ കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ രക്ഷിക്കാൻ അവിടെ ഗോകുലാണ് വന്നത് എന്ന ആ സത്യാവസ്ഥ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞും കൊണ്ട് ആകെ പകച്ചു പോവാണ് കേട്ടോ മഞ്ചാടി.